പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു മീനിൻ്റെ അച്ചാർ, മീൻ വെച്ചത് കയറി കേട്ടോ. അപ്പോൾ അച്ചാറുണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ രാവിലെ മാർക്കറ്റിൽ പോയി 300 ഗ്രാം കയറിയാണിത്. ഇതിനകത്ത് നമുക്ക് ഈ കറുത്ത പീസുകളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. കറുത്തതൊന്നും അച്ചാറിലേക്ക് വേണ്ട. അപ്പോൾ മറ്റതൊക്കെ നല്ല പീസൊക്കെ നോക്കി നമുക്കൊന്നുകൂടെ ചെറുതായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഞാനിന്നത് അച്ചാറുണ്ടാക്കാനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചെറിയ പീസായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് അവർ നമ്മൾ പറ്റിക്കാൻ പാകത്തിനല്ല അവർ കട്ട് ചെയ്തതാണ്. ഞാൻ അച്ചാറൊന്നും പറഞ്ഞില്ല. അച്ചാറൊന്നും പറഞ്ഞെങ്കിൽ അവരതനുസരിച്ച് കട്ട് ചെയ്ത് തന്നേനെ. അങ്ങനെ ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അത് നമുക്കൊന്ന് വറുത്തെടുക്കണം. കറുത്ത പീസൊക്കെയാണ് മാറ്റിക്കളയുക കേട്ടോ. പിന്നെ എന്താ എല്ലാ കൂട്ടുകാർക്കും വിശേഷം? എല്ലാവർക്കും സുഖമാണോ? സുഖമാണ്, എല്ലാവരും സുഖമായിട്ടിരിക്കണം. മാങ്ങ ജ്യൂസ് ഇന്നലെ കുടിച്ച് കുറച്ചുകൂടെ ഇരിപ്പുണ്ട് കേട്ടോ. അതിന്ന് ഞാൻ ജ്യൂസാക്കില്ല, എന്ന് ഞാൻ ചെത്തി തിന്നും. കുറേ ഇരിപ്പുണ്ട്, അതെല്ലാം കൂടി ഇന്ന് ചെത്തി തിന്നണം. ഒരുപാട് തിരിഞ്ഞാൽ ഒരുപാട് കിട്ടാൻ പാകത്തിന് കറുത്തതൊന്നും ഇടുന്നില്ല. കറുത്ത കഷ്ണങ്ങളൊക്കെ നിങ്ങളുണ്ട്, കുറച്ച് അതൊക്കെ വേസ്റ്റിൽ പോകുന്ന സാധനം. മീനിൻ്റെ പീസൊക്കെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തു കേട്ടോ. നമുക്ക് അല്പം മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, അല്പം ഉപ്പും കൂടെ ചേർത്ത് നമുക്കത് ഒന്ന് വറുത്തെടുക്കാം. അത് എണ്ണയിൽ തന്നെ വറക്കണം. ആ എണ്ണയിൽ തന്നെ നമുക്കത് ഇതിനകത്ത് ഒരുപാട് വേറെ സാധനങ്ങളും ചേർക്കണില്ല. ഇഞ്ചിയും പച്ചമുളകും ഇതൊക്കെ. ഇത് കുറച്ച് ഒരു 50 ഗ്രാം പച്ചമുളക്, 50 ഗ്രാം ഇഞ്ചി, 3 കുടം വെളുത്തുള്ളി, പിന്നെ നമ്മുടെ കായം, ഉലുവ ഇതൊക്കെ ചേർത്ത് നമുക്ക് നല്ല ടേസ്റ്റിലൊരു വിനാഗിരിയും ചേർത്ത് നല്ലൊരു അച്ചാറുണ്ടാക്കി. അപ്പോൾ ഗ്യാസ് കത്തിക്കട്ടെ. എണ്ണയിലാട്ടോ അത് വറക്കണം, എള്ളെണ്ണയിൽ. എന്നിട്ട് എണ്ണയിൽ തന്നെ നമുക്കിത് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പാത്രം ചൂടായി. ഇത് ഇന്നാണ് ഞാൻ മാങ്ങാച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ച എണ്ണയാണ്. ചൂടായി കഴിയുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ആട്ടോ. കേര, ഓലക്കൊടിയൻ, അയിലയൊക്കെ വെച്ച് ഞാൻ അച്ചാറുണ്ടാക്കിയിട്ടുണ്ട് നേരത്തെ. ഇപ്പോഴല്ല, കുറേ നാളുകൾ. ചാള ഞാൻ ഇവിടെ കൂട്ടാത്തിന് മേടിക്കുമ്പോൾ ചാളയുടെ വാല് കണ്ടിച്ചെടുത്ത് അറ്റം മുറിച്ചെടുത്ത് ഞാൻ അച്ചാറുണ്ടാക്കിയിട്ടുണ്ട്. ചൂടായിട്ടോ നമുക്ക് മീൻ ഇതിലേക്ക് കൊടുത്ത് വറുത്തെടുക്കണം. നല്ലോണം ഫ്രൈ ആയിട്ട് കുറച്ച് ഒരുപാട് എണ്ണ എടുത്തില്ല കേട്ടോ. എണ്ണ എന്തോരം ഉണ്ടായിരുന്നു നിങ്ങൾ കണ്ടുല്ലോ. അപ്പോൾ അത്യാവശ്യം കുറച്ച് ഇതിനകത്ത് എത്ര ഉണ്ടായിരുന്നുള്ളൂ എണ്ണ, അത്രയും. അപ്പം ഞാൻ മാർക്കറ്റിൽ പോയി മീൻ മേടിച്ചു.
കൂർക്ക മേടിച്ചു. കൂർക്ക ഉണ്ടായിരുന്നു കുറച്ച്, അത് തൊലി കളയാത്ത കൂർക്ക ഉണ്ടായിരുന്നു, അതൊന്ന് കളഞ്ഞെടുക്കണം. ഇറച്ചി മേടിച്ചു, കപ്പ മേടിച്ചു. അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് രാവിലെ മാർക്കറ്റ് ഇവിടെ തൊട്ടടുത്താട്ടോ, അങ്കമാലി തന്നെ. KSRTC സ്റ്റാൻഡിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് മാർക്കറ്റിലേക്ക് പോണ വഴിയാണ്. എല്ലാവരും അങ്കമാലിൽ വാട്ടോ, അപ്പം നമുക്ക് മാർക്കറ്റൊക്കെ കാണാം. അലോക് വരുമ്പോൾ അലോകിന് ഞാൻ പോർക്ക് മേടിച്ച് തന്നയക്കാടാ. നീ വാ, പോർക്ക് വെച്ചും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മീൻ ഫ്രൈ ആയി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒന്നോടെ ഒന്നും ആയിക്കോട്ടെ, ശരിക്കും ഫ്രൈ ആയില്ലെങ്കിൽ അതിനകത്ത് ഇങ്ങനെ ഇതാവില്ലേ. കാര്യം നമ്മൾ ഇതെല്ലാം മസാലയിലിട്ട് ഒന്നുകൂടെ വരട്ടിയെടുക്കുമ്പോൾ ആകും, എന്നാലും വേണ്ടില്ല, ഒന്നുകൂടെ ആവും. നമുക്കത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എണ്ണ ഈ പോട്ട് കൊണ്ടൊരു പാത്രം, ഒരു സ്റ്റീമറിലേക്ക്. ഞാൻ 300 ഗ്രാം, 1/2 കിലോ കൂടുതലുണ്ട്. അപ്പം 300 എടുക്കട്ടെ ചേച്ചിന്ന് ചോദിച്ചു. അപ്പം 300 കുഴപ്പമില്ല എടുത്തു എന്ന് പറഞ്ഞു. പക്ഷെ ഇത്രയും വേസ്റ്റ് പോകുമെന്ന് ഞാൻ അറിഞ്ഞില്ല. പകുതിയോളം വേസ്റ്റ് പോയില്ലേ. നമുക്ക് കോരി മാറ്റാം. കോരി മാറ്റിയിട്ട് അത് വെളിച്ചെണ്ണയിൽ നിന്ന് തന്നെ ഇങ്ങനെ എണ്ണയിൽ നിന്ന് തന്നെ കോരി എടുക്കണം കേട്ടോ. കാരണം അല്ലെങ്കിലേ ഇത് ഓഫ് ചെയ്താൽ പിന്നെ ഇതിൻ്റെ പീസ് എണ്ണ കുടിക്കരുത്. അതുകൊണ്ടാണിത് അടപ്പത്തുനിന്ന് തന്നെ കോരി എടുക്കണമെന്ന് എല്ലാവരും പറയണം. എല്ലാവർക്കും അറിയാട്ടോ, അറിയാൻ പാടാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പറയണേ. നല്ല പാത്രം അടുപ്പത്ത് വെച്ചു കേട്ടോ. കാരണം ഇതേ ചുവട് കട്ടിയുള്ള നല്ല കനമുള്ള പാത്രം കേട്ടോ. അതിലേക്ക് നമുക്കിത് ഊറ്റി ഒഴിക്കാം എണ്ണ. ശരിക്കും ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇതിലിരിക്കണം വെച്ചേട്ടോ. പാത്രം ചൂടായി, നമുക്ക് ഈ എണ്ണ ഊറ്റി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മുളകില്ലാതെ, മുളക് അടിയിൽ കിടപ്പുണ്ട്. അപ്പം ആ മുളകില്ലാതെ എണ്ണ ഊറ്റി ഒഴിച്ച് കൊടുക്കാം. കടുകിട്ട് കൊടുക്കാം കേട്ടോ. ചൂടായി, നമുക്ക് കടുകിട്ട് കൊടുക്കാം. ചെറുതായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ആദ്യം നമുക്ക് ഈ പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. കാരണം പച്ചമുളകിന് ഇത്രയും കനമുള്ളത് കാരണം പച്ചമുളക് ഒന്ന് വാടി കിട്ടണം. ഇഞ്ചി ഞാൻ പൊടിയായിട്ട് അരിഞ്ഞേക്കണം. കൂടെ നമുക്ക് വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. പതുക്കെ ഒന്ന് വാടി വരണം. നമുക്ക് മീൻ അത്യാവശ്യം ഉപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഒരു കഷ്ണം എടുത്ത് കടിച്ചു നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം. കൂട്ടുകാർ ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. 1/2 കിലോ മീൻ മേടിച്ചാൽ കുറച്ച് നാളത്തേക്ക് കുട്ടികൾക്ക് അതിപ്പോൾ സ്കൂളൊക്കെ അടച്ചല്ലോ, വീട്ടിലിരിക്കുമ്പോൾ അച്ചാർ ഒക്കെ കൂട്ടി ഒരു പണി കുറഞ്ഞിരിക്കില്ലേ. ഇച്ചിരി ഉണ്ടാക്കി വെച്ചൊക്കെ ഓഫീസിൽ പോകണവർക്കൊക്കെ പോയാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ ചെയ്യും. കാരണം മീനൊക്കെ ഇപ്പോൾ കട്ട് ചെയ്താണല്ലോ. എന്ത് മീനാണെങ്കിലും കൊഴുവ വരെ ഇവിടെ നന്നാക്കി കിട്ടും. കൊഴുവ, ചാള നന്നാക്കി തരാൻ പറഞ്ഞാൽ പെട്ടെന്ന് നന്നാക്കി തരും. സ്കൂട്ടറിലും ബൈക്കിലും കൊണ്ടുവരുന്നവർ നന്നാക്കി തരില്ല കേട്ടോ.
അവർ നന്നാക്കി തരില്ല, കടയിൽ പോയി വാങ്ങിച്ച് അവർ ബില്ലടച്ച് നമ്മൾ തീരുമ്പോഴത്തേക്കും മീൻ നന്നാക്കി തരും. നാളത്തെ എൻ്റെ നാരങ്ങ അച്ചാറാട്ടോ അത് കണ്ടോ, സൂപ്പർ. കറിവേപ്പില ഇട്ട് കൊടുക്കും. കറിവേപ്പില ഞാൻ കിള്ളിയെടുത്ത് വെള്ളമൊക്കെ കളഞ്ഞിച്ച് ഫ്രിഡ്ജിൽ വെച്ചതാക്കാം. വേപ്പില ഒരുപാട് വേണം, എന്നാലേ ടേസ്റ്റ് ആവുള്ളൂ. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണോ? എനിക്ക് വേപ്പില എന്തുകൊണ്ട് ഇങ്ങനെ വേപ്പില ഉണ്ടായാൽ മതിയാവില്ല. ഉള്ളി, വേപ്പില എല്ലാം. ഇനി നമുക്ക് നമ്മുടെ മുളക് പൊടി, അച്ചാർ പൊടി, മഞ്ഞൾപ്പൊടി, അല്പം കുരുമുളക് പൊടി, പിന്നെ ഉലുവപ്പൊടി ഇതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉലുവ, ഇതൊക്കെ മീൻ എന്തോരം നോക്കിയിട്ട് പാകത്തിന് ചേർക്കണം കേട്ടോ, അതിൻ്റെ അളവനുസരിച്ച്. ഞാനിപ്പോൾ ഇത് 1/2 കിലോ കേര മേടിച്ചിട്ട് കണ്ടില്ലേ, ഇത്ര എനിക്ക് കിട്ടുള്ളൂ. ബാക്കി ഒന്നും തന്നെ കിട്ടിയില്ല. ആ കറുത്ത സാധനങ്ങളെല്ലാം മാറ്റി കഴിഞ്ഞപ്പോൾ പിന്നെ അതിനകത്ത് അധികം ഉണ്ടായില്ലല്ലോ. കായം നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ചൊറുക്കി ഒഴിച്ച് കൊടുക്കാം വിനാഗിരി. അളവ് നോക്കി എല്ലാവരും നിറച്ച് ചൊറുക്കൽ ഞാൻ ഒരു 1/4 ഗ്ലാസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അച്ചാർ പൊടിയിൽ കായം ഉണ്ടാവും, എന്നാലും ഗ്യാസ് ഓഫ് ചെയ്തിട്ടോ ഞാൻ, അല്ലെങ്കിൽ കിടന്ന് ഒന്നോടെ ഒന്ന് ഫ്രൈ ആയി. അപ്പോൾ എൻ്റെ മീനച്ചാർ ഇവിടെ റെഡി ആയിട്ടോ. നല്ല മണമുണ്ട്, ടേസ്റ്റും ഉണ്ട്. ഞാനിതേ പെട്ടെന്ന് തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റട്ടെ കേട്ടോ. അലൂമിനിയം പാത്രത്തിൽ ഒരുപാട് പ്രാവശ്യം കൊണ്ട് ഇരിക്കാൻ പറ്റില്ല. കാര്യം ഇത് ഉണ്ടാവും. ഞാനും എൻ്റെ അച്ചാറും ഇവിടെ റെഡിയായി. കഴിക്കാൻ നിങ്ങൾ റെഡിയാണോ? നോക്കൂ, അസാധ്യ ടേസ്റ്റ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. കാരണം എൻ്റെ ടേസ്റ്റർ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ കൊടുത്തപ്പോൾ നല്ലതാണെന്ന് പറഞ്ഞു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ. എൻ്റെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, എന്നെ പ്രോത്സാഹിപ്പിക്കണം. പ്രോത്സാഹനം ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് ഇതിന്ന് മുന്നേറാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും പ്രചോദനമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു.